അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ പേര് റസൽ മുഹമ്മദ് സാലി. ഞാൻ അലൈൻ ഇന്ത്യൻ സോഷ്യൽ സെൻറ്ററിൻ്റെ പ്രസിഡൻ്റാണ്. വളരെയധികം സന്തോഷമുണ്ട് ഇതുപോലെ ഒന്ന് സംസാരിക്കാൻ അവസരം ലഭിച്ചതിൽ. RSC സംഘടിപ്പിക്കുന്ന 14ാമത് പ്രവാസി സാഹിത്യോത്സവിൻ്റെ നാഷണൽ പരിപാടികൾ അബുദാബി നാഷണൽ തിയേറ്ററിൽ വെച്ചിട്ട് നടക്കുകയാണ് ഈ വരുന്ന നവംബർ മാസം 24-ാം തീയതി. ഈ പരദേശിയുടെ നിറക്കൂട്ട് എന്ന വിഷയത്തിൽ അധിഷ്ഠിതമായിട്ടാണ് ഈ പരിപാടി നടക്കുന്നത് എന്നറിയാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. മലയാളിയെ സംബന്ധിച്ചിടത്തോളം 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനവും 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലുമൊക്കെ മലയാളിയിലേക്കും സിലോണിലേക്കും സിംഗപ്പൂരിലേക്കും പിന്നെ 60കളുടെ മധ്യത്തിലും 70കളുടെ ആദ്യ പകുതിയിലുമൊക്കെയാണ് ഈ മണലാരണ്യത്തിനകത്തേക്ക് വന്നത്. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിശീർഷ വരുമാനമുള്ള ഒരു രാജ്യമായി UAE മാറി നിൽക്കുമ്പോൾ ഇതിൻ്റെ പുരോഗതിയിൽ വളരെ വലിയ രീതിയിലുള്ള സംഭാവനകൾ മലയാളിയുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പരദേശിയുടെ ഈ ഒരു നിറക്കൂട്ട് തന്നെയാണ് UAE-യിലുടനീളം കാണാൻ സാധിക്കുന്നത് എന്നൊരു യാഥാർത്ഥ്യം. അത് തീർച്ചയായിട്ടും ഒരു സാഹിത്യ പ്രവർത്തനത്തിലൂടെ അല്ലെങ്കിൽ ഇതുപോലെ ഒരു സംഗമത്തിലൂടെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിലേക്ക് കൃത്യമായ രീതിയിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടി RSCക്ക് സാധിക്കുന്നു എന്നുള്ളത് വളരെയധികം ശ്ലാഘനീയമാണ്. തീർച്ചയായിട്ടും എല്ലാവിധത്തിലുള്ള ഭാവുകങ്ങളും നേരുന്നു. 200-ൽ പരം രാജ്യങ്ങളിലെ ജനങ്ങൾ വളരെ സൗഹൃദത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും ജീവിക്കുന്ന ഈ രാജ്യം എന്ന് പറയുന്നത് ദിസ് ഇസ് എ സിംബൽ ഓഫ് കൾച്ചറൽ സിംബോളിസം എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. കൃത്യമായിട്ടും നമുക്കേറെ അഭിമാനമുള്ളൊരു കാര്യമാണ് ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരിയുടെ പേരിലുള്ള പള്ളിയുടെ പേര് ഈസാ നബിയുടെ മാതാവിൻ്റെ മേരിയുടെ പേരിലേക്ക് മാറ്റപ്പെടുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞു. അതോടൊപ്പം ലോകത്തിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് എബ്രഹാമിക് അക്കോർഡ് എന്ന രീതിയിൽ തന്നെ നമുക്ക് ഒരു സിനഗോഗും ഒരു പള്ളിയും ഒരു ക്രിസ്ത്യൻ ചേർച്ചും ഒരുമിച്ച് നിൽക്കുന്നത് ഈ ലോകത്തിന് തന്നെ അത്ഭുതമാക്കിക്കൊണ്ട് ഈ രാജ്യം ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. ടോളറൻസിന് വേണ്ടി സ്വന്തമായി മന്ത്രിസ്ഥാലയമുള്ള ഒരു രാജ്യം ഒരു പക്ഷേ ഇത് മാത്രമായിരിക്കും. നമുക്കൊക്കെ വളരെയധികം അഭിമാനം ആകേണ്ടുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മൾ ഈ രാജ്യത്തിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ജീവിക്കാൻ സാധിക്കുന്നതിൽ മലയാളിയുടെ അത്രയും വലിയ സംഭാവനയ്ക്ക് വേണ്ടിയിട്ട് തീർച്ചയായും RSCക്ക് എല്ലാവിധ ഭാവങ്ങളും RSCയുടെ സാഹിത്യോത്സവം 14 വമ്പൻ വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.